നമസ്കാരം, ഞാൻ അരുൺ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഏറ്റവും പുതിയ ഒരു മോഡലായിട്ടുള്ള ഓപ്പോ F19S എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് റിവ്യൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ വാങ്ങിച്ചവരോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ തൊട്ട് മുൻപ് ഇറങ്ങിയ ഓപ്പോ F19 എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന നിലയ്ക്കാണ് ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോഡലിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പുതിയൊരു മോഡലിൻ്റെ എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ F19 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. തൊട്ട് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള സെയിം ഒരു F19 സീരീസിൽ വന്നിട്ടുള്ള സെയിം ബോക്സിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിൽ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഓപ്പോ F19S എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് ഇത്തരത്തിൽ ഫോണിൻ്റെ മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 6GB റാം, അതുപോലെ 128GB ആണ് ഫോണിൻ്റെ സ്റ്റോറേജ്. എത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും കൊടുത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 33 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജ് ഉണ്ട്. അതുപോലെ ഓപ്പോ ഗ്ലോവിൻ ഡിസൈനാണ്. അതുപോലെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. റാം എക്സ്പാൻഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ ബോക്സ് മുതലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സാധാരണ കണ്ടുള്ള രീതിയിലുള്ള വേറൊരു പേപ്പർ ബോക്സിനകത്തുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബോക്സ് മുതൽ ഇത്തരത്തിൽ ഓപ്പോയുടെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേപ്പർ ബോക്സ്, ചെറിയ പേപ്പർ ബോക്സ് കിട്ടും. അപ്പോൾ അതിനകത്താണ് നമുക്കറിയുന്ന പോലെ തന്നെ ഒരു ബാക്ക് കേസും അതുപോലെ വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ബാക്ക് കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സിം എജക്റ്റിംഗ് ടൂൾ, അതുപോലെ വാറണ്ടി പേപ്പേഴ്സ്, യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ബോക്സിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പോ F19S എന്ന് പറയുന്ന ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ നമ്മുടെ നിരത്തുള്ള ഇതിൻ്റെ ഗോൾഡൻ കളറാണ്. നമുക്കത് മാറ്റി വയ്ക്കാം. ഫോണിൻ്റെ ബോക്സിന് കൂടെ നമുക്ക് കിട്ടുന്ന ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 33 വാട്ടിൻ്റെ വളരെ വലിയൊരു ഫ്ലാഷ് ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വെയിറ്റുള്ള ഒരു ചാർജറാണ്. പിന്നെ ഒരു Type-C ചാർജിങ് കേബിളും അതുപോലെ ഒരു ഹെഡ്സെറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ വരുന്ന പല ഫോണുകളുടെ കൂടെയും ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ബാക്ക് കേസോ ഒന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ഇയർഫോൺ ഉൾപ്പെടെയുള്ള ആക്സസറീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ഹെഡ്സെറ്റ്, ചാർജിങ് കേബിൾ, ചാർജിങ് അഡാപ്റ്റർ, ബാക്ക് കേസ്, സിം എജക്റ്റിംഗ് ടൂൾ, അപ്പോൾ ഇത്തരം ആക്സസറീസ് ഒക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബോക്സിൻ്റെ കൂടെ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു കവർ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഓപ്പോ F19S എന്ന് പറയുന്നതിൻ്റെ ഗ്ലോവിങ് ഗോൾഡ് എന്ന് പറയുന്ന കളർ എന്ന് പറയുന്നത്. വളരെ ഡിസൈനിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലോസി ഒരു മാറ്റ് ഫിനിഷാണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത്. 2 കളർ വേരിയൻ്റാണ് ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ബ്ലാക്ക് കളറും അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗോൾഡൻ കളറും. അപ്പോൾ 2 ഫോണിനകത്തും മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. തൊട്ട് മുൻപത്തെ F19 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ഗ്ലോസി ഡിസൈനാണ്. എന്നിരുന്നാൽ ഇപ്പോൾ പുതിയ F19നകത്ത് ഡിസൈനൊക്കെ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും ബാക്ക് പാനലിനകത്ത് നമുക്ക് ഗ്ലോസി മാറിയിട്ട് മാറ്റ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഫിംഗർ പ്രിൻറ്റുകളോ അല്ലെങ്കിൽ അഴുക്കുകളോ ഒന്നും ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കില്ല. നമുക്ക് സ്ക്രാച്ച് ചെയ്താലും സ്ക്രാച്ചൊന്നും പെട്ടെന്ന് വരാത്ത രീതിയിലുള്ള ഒരു ബാക്ക് പാനൽ മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡുകളായാലും അരികുകളൊക്കെ ആയാലും വളരെ മികച്ചതായിട്ട് നല്ലൊരു ഗോൾഡൻ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളൊക്കെയാണ് വരുന്നത്. നിങ്ങൾ സ്ക്രീൻ സൈഡിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരു ഗോൾഡൻ ഡിസൈൻ, ഒരു ഗോൾഡൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. താഴെ ഇത്തരത്തിൽ Type-C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ലുകൾ, മൈക്രോഫോണിൻ്റെ ഹോള്, 3.5mm ഓഡിയോ ജാക്ക്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത്. വലിയൊരു തിക്നെസ് കൂടിയ മോഡലൊന്നുമല്ല. എന്നിരുന്നാലും ഈ 5000 mAh ബാറ്ററി ഉള്ള ഒരു ഫോൺ എന്ന നിലയ്ക്കുള്ള ഒരു തിക്നെസ് മാത്രമേ ഈ ഫോണത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഈ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആകുന്ന നേരം കൊണ്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ്ങോ റിവ്യൂ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓപ്പോ F19S എന്ന് പറയുന്ന പുതിയ മോഡൽ. ഓണായിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഇതൊരു ദീപാവലി എഡിഷനാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്
ഇതിൻ്റെ ഒരു വാൾപേപ്പറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഒരു ബ്രൈറ്റ്നസ് കൂടിയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു AMOLED ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ചൊന്നും വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഡിസ്പ്ലേ സൈഡിലൊക്കെ നോക്കിയാൽ കണ്ടോ, അരികളൊക്കെ വളരെ കുറവാണ്. സൈഡിലൊക്കെ തീരെ ബെസ്ലെസ് ആയിട്ട് അത്രയും ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ മുകളിലായിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഒരു പഞ്ച് ഹോളായിട്ട്, അത്രയും ചെറിയൊരു പഞ്ച് ഹോളായിട്ടാണ് ക്യാമറ കൊടുത്തുള്ളത്. കണ്ടോ, വളരെ ചെറിയൊരു ക്യാമറയാണ്. അപ്പോൾ ഡിസ്പ്ലേ വൈസൊക്കെ നമുക്ക് ഒന്നും പറയാനില്ല, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തീരെ ചിഹ്നമില്ലാതെ അത്രയും ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ഒക്കെ അതിനകത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു ഫുൾ സ്ക്രീൻ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ടച്ച് റെസ്പോൺസ് ആയാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ടച്ച് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. 60 Hz ആണ് ഈ ഫോണിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ AMOLED ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ക്രോളിംഗ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഒരു ടച്ച് റെസ്പോൺസ് ആയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഐക്കണുകളൊക്കെ ആയാലും അത്യാവശ്യം വലിയ ഐക്കണുകളാണ്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായി അധികം ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെച്ചിട്ടില്ല. എന്നിരുന്നാലും ജോഷ്, മോജ്, സ്നാപ്ചാറ്റ് പോലുള്ള കുറച്ച് ആപ്പുകളുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന ആപ്പൊക്കെ ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കളയാം. അപ്പോൾ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് വേറെ ഇഷ്യൂകളും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിൽ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിനി ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, Oppo F19S എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കളർ വോയിസ് വേർഷൻ 11.1 ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളർ വോയിസിലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. പിന്നെ Android 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു Android 12 ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ Qualcomm Snapdragon 662 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. നോർമൽ യൂസിങ്ങിനൊക്കെ പറ്റിയ കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത്തരത്തിലൂടെ റാം എക്സ്പാൻഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഫോണിൻ്റെ റാം കൂട്ടാൻ പറ്റുന്നത്. ഈ റാം എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിൻ്റെ റാം 6 GB നിന്ന് നമുക്ക് 11 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ 2 GB റാം, 3 GB റാം, അങ്ങനെ 5 GB റാം വരെ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് വഴി നമുക്ക് റാം എക്സ്പാൻഷൻ ചെയ്ത് കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 128 GB സ്റ്റോറേജിൽ നിന്ന് 5 GB കടമെടുത്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ റാം യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 11 GB ഒരു റാം എക്സ്പാൻഷനും അടക്കമുള്ള ഒരു പെർഫോമൻസും ഈ Qualcomm Snapdragon 662 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു രീതിയിൽ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തിരക്കേണ്ട രീതിയിൽ നമുക്ക് ഗെയിമിങ്ങിനൊക്കെ പറ്റിയ മോഡൽ തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ AMOLED ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ബാക്കി ക്യാമറയെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 48 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റിവ്യൂവിന് വേണ്ടി മാത്രം എടുക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ സൂം ചെയ്താലൊന്നും എൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. വളരെ ലോ ലൈറ്റിലായാലും നല്ല ഒരു മികച്ച ഔട്ട്പുട്ട് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഓപ്പോയുടെ ഫോണുകളിലൊക്കെ അത്യാവശ്യം ക്യാമറയ്ക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോണുകളായതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ നൈറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ മോഡിൽ തന്നെ നമുക്ക് 1080 റെസൊല്യൂഷനകത്ത് വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമായിട്ടുള്ള വാട്ടർ മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാമറ സെറ്റിങ്സിനകത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം. പിന്നെ അടുത്തായിട്ട് ഇതിനകത്ത് പോർട്രേറ്റ് മോഡാണ് വരുന്നത്. പോർട്രേറ്റ് മോഡിനകത്ത് ഒരുപാട് ലൈറ്റ് ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഒരുപാട് ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർട്രേറ്റ് മോഡിനകത്തും വരുന്നുണ്ട്. ബ്യൂട്ടിഫിക്കേഷൻ മോഡായാലും ബ്യൂട്ടി മോഡാക്കിയാലും ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മോഡ് സെറ്റിങ്സിനകത്ത് സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, പിന്നെ പ്രൊഫഷണൽ മോഡ്, അതായത് എക്സ്പെർട്ട് മോഡ്, പിന്നെ എക്സ്ട്രാ HD അതായത് 48 മെഗാപിക്സലിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന ആ ഒരു മോഡ് വരുന്നുണ്ട്. പനോരമ മോഡ്, ടെക്സ്റ്റ് സ്കാനർ മോഡ്, മാക്രോ മോഡ്, പിന്നെ IR സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. 16 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈവായിട്ടൊരു സെൽഫി ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. നല്ലൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളെടുത്തുള്ളത് ഇതിൻ്റെ പോർട്രേറ്റ് ക്യാമറയ്ക്കകത്താണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനായ ഒബ്ജക്റ്റ് നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ടിരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മൊത്തം നല്ല രീതിയിൽ ബ്ലറായിട്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സൂം ചെയ്താലൊന്നും ക്വാളിറ്റി പോകാത്ത രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് ക്യാമറയ്ക്കകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിൽ ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പോ ആയതുകൊണ്ട് തന്നെ നല്ല ക്യാമറയ്ക്ക് കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മോഡൽ എന്ന നിലയ്ക്ക് നമുക്കിങ്ങനെ നല്ലൊരു ക്യാമറ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 GB റാമിൽ 128 GB സ്റ്റോറേജ് കിട്ടുന്നത്, 5 GB റാമോളം എക്സ്പാൻഷൻ പറ്റുന്നുണ്ട്, 5000 mAh ബാറ്ററിയിൽ നമുക്കൊരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിലൂടെ നമുക്ക് ഹെഡ്സെറ്റ്, ബാക്ക് പോച്ച് പോലെയുള്ള ഒരുവിധം എല്ലാ ആക്സസറീസും കിട്ടുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഒരു AMOLED ആണ്, ഒരു ഫുൾ HD പ്ലസ് ആണ്. അതിൻ്റെതായ ക്വാളിറ്റിയും 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും 48 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ ഒക്കെ വരുന്നൊരു മോഡലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓപ്പോയുടെ ബ്രാൻഡ് എന്ന നിലയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്.